मेरे प्यारे बच्चों सलाम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു. അതിന്റെ പേപ്പറൊക്കെ കിട്ടി നല്ല സന്തോഷത്തിലാണ് എല്ലാ മക്കളും. സന്തോഷത്തിലല്ലേ? അല്ലേ? യെസ്. ഇനി ആർക്കെങ്കിലും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ മക്കളെ? യെസ്, ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വരുന്ന പബ്ലിക് പരീക്ഷയ്ക്ക് അതൊക്കെ ക്ലിയർ ചെയ്യും. സെറ്റ് അല്ലേ? യെസ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരീക്ഷയിൽ സെറ്റാക്കും. ഇനി അങ്ങോട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും എന്നുള്ളത് എൻ്റെ എല്ലാ മക്കളും ഈ പുതുവത്സരത്തിൽ തന്നെ എല്ലാ മക്കളും എന്ത് ചെയ്യണം? മനസ്സിൽ ദൃഢപ്പെടുത്തണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ഇനി നമുക്ക് വരുന്നത് ഒരു യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 4 യൂണിറ്റ് ഓൾറെഡി നമ്മൾ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും കൂടി കവർ ചെയ്തു അല്ലെ. 2 യൂണിറ്റ് ഓണപരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതേപോലെ 2 യൂണിറ്റ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇനി നമുക്ക് 5ാമത്തെ യൂണിറ്റ് ആണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയായിട്ട് നിൽക്കുന്നത് അല്ലേ. ഇക്കായി പാഞ്ച് അഥവാ നസാരെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മക്കളെ? ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. എന്താണ് നസാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നല്ല മനോഹരമായിട്ടുള്ള ഒരു പേരൊക്കെയാണ് അല്ലേ. നസാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകൾ എന്നാണ് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള പല പല കാഴ്ചകൾ കാണുന്ന ആളുകളാണ് നമ്മൾ അല്ലെ. വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അതേപോലെ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഓരോ കാഴ്ചകൾ, വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ദിനം പ്രതി കാണാറുണ്ട് അല്ലേ. ഇപ്പൊ മാഷ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ഫോണിലൂടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ അല്ലെ, അല്ലെങ്കിൽ ടി വിയിലൂടെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കാണുകയാണ് അല്ലെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പല കാഴ്ചകളും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടിട്ടുണ്ടാവും. അപ്പൊ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് 5ാമതായി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആ യൂണിറ്റ് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആ ഒരു ചിത്രമൊക്കെ കാണാം അല്ലേ. മനോഹരമായിട്ടുള്ള ഒരു ആനയുടെ ചിത്രം കാണുന്നുണ്ട്. അതേപോലെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇത് 2 പാഠഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാഠഭാഗവും രണ്ടാമതായിട്ട് ഒരു ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗവുമാണ് നമുക്ക് ഈ 5ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ ആദ്യം നമ്മളോട് പറയുന്നത് എന്ന് നമുക്കുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജീവൻ കാ വാസ്തവിക സുഖ്, അതേപോലെ ദൂസരോം കാ സുഖ് ദേനെ മേ ഹേ ഉൻകാ സുഖേ ആ ജീനെ മേ നഹി. ഇതാര് പറഞ്ഞതാ? പ്രേംചന്ദ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ജസ്റ്റ് നോക്കാം. ജീവൻ കാ വാസ്തവിക് സുഖേ അല്ലെ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ജീവൻ കാ വാസ്തവിക് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിന്റെ അല്ലെ, ജീവിതത്തിന്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജീവിതത്തിന്റെ യഥാർത്ഥ അല്ലെ, യഥാർത്ഥ എന്താ പറഞ്ഞത്? യഥാർത്ഥ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞത് എന്താ? ദൂസരോം കോ സുഖ ദേനെ മേ ഹേ. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം മറ്റുള്ളവർക്ക് എന്താണ്? മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണ് ല്ലേ. നൽകുന്നതിലാണ് എന്ത്? ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം. അപ്പൊ ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ ക്ലാസ് റൂമിലെ ഒരു സന്തോഷത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ബെഞ്ചിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരൻ ഒരു പേന എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് അവനും കൂടി കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് എഴുതും. അതിലൊരു സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന് എഴുതാൻ വേണ്ടിയിട്ട് പേന കൊടുത്തതിൽ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടായിട്ടും അവൻ എഴുതണ്ട എന്ന് കരുതി അത് കൊടുക്കാതിരുന്നാൽ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്നത് പോലെ നമ്മുടെ സഹപാഠിയും എൻ്റെ കൂട്ടുകാരനും അതോടൊപ്പം വരണം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സന്തോഷം, ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുന്നത് അത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സന്തോഷം നൽകുമ്പോഴാണ് കൂടിച്ചേരുന്നത് എന്ന് പറയുന്നു. ഇനി പറയുന്നുണ്ട് ഉൻകാ സുഖേ ജീനെ മേ നഹി ല്ലേ. അവരുടെ സന്തോഷം തട്ടിയെടുക്കുന്നതിലല്ല അല്ലെ. ഉൻകാ അവരുടെ സന്തോഷം എന്താക്കുന്നതിലല്ല, അവരുടെ സന്തോഷം എന്താക്കുന്നതിലല്ലടാ മക്കളെ, തട്ടിയെടുക്കുന്നതിലല്ല.
അല്ലേ അവരുടെ സന്തോഷം തട്ടിയെടുക്കുന്നതിലല്ല, അല്ലേ അവർക്ക് നമ്മളാൽ കഴിയുന്ന സന്തോഷം കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷം വരുന്നത് എന്ന് പ്രേംചന്ദിന്റെ വരികളിലൂടെയാണ് ഈ ഒരു പാഠഭാഗം ആ 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്തിന്റെ ആ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മളോട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നസാരെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്ന പ്രേംചന്ദ് പറയുന്ന ഈ വരികളാണ് നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത്, അല്ലെ. ഇനി നമുക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ള നമ്മുടെ പാഠഭാഗമാണ് പ്രേം കെ സിവ ഓർ കുച്ച് നഹി, അല്ലെ. എന്താ പ്രേം കെ സിവ ഓർ കുച്ച് നഹി. പ്രേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, ആ പ്യാർ, അല്ലെ, സ്നേഹം നമ്മൾ പറയുന്നതാ. അപ്പൊ എന്താണ് പ്രേം കെ സിവ ഓർ കുച്ച് നഹി, സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല, അല്ലെ. സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല, അല്ലേ. നമുക്ക് പറയാം സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ഇതെന്താണടാ? ഇതൊരു ഡയറിയാണ്. അപ്പൊ നമ്മളൊക്കെ ദിനം പ്രതി നമ്മുടെ ഡയറി എഴുതുന്ന ആളുകളാണ്. ഈ അധ്യയന വർഷം മുതൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നയാസ, അല്ലെ, പുതുവത്സരവുമായി ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനമെടുത്തു ഇന്ന് 1-ാം തീയതി മുതൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഡയറി എഴുതും. ഞാൻ പഠിച്ചതും ഞാൻ എന്തെല്ലാമാണ് പുതിയ അറിവുകൾ സമ്പാദിച്ചത്, എന്തെല്ലാം എനിക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യാൻ കഴിയും, എന്തെല്ലാം ഭാവിയിൽ ഞാൻ ചെയ്യണം, ഞാൻ എന്തായി തീരണം എന്നുള്ളത് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തി ഡയറിയിൽ എഴുതുന്നതിനുള്ള ഉത്തമ പുതിയ തീരുമാനങ്ങളൊക്കെ എൻ്റെ മക്കൾ എടുത്ത ആളുകളാണ്, അല്ലെ. അപ്പൊ അത്തരത്തിൽ ഒരു ഡയറിയാണ്. ഡയറി നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് രാത്രി നമ്മൾ എന്ത് ചെയ്യും? ആ ദിവസത്തെ ഡയറി എഴുതും, അല്ലെ. അത്തരത്തിൽ ഇവിടെ പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു ഡയറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ജസിന്ത കെർഗേറ്റ എന്ന് പറയുന്ന ഒരാളാണ്. ജസിന്ത കെർഗേറ്റ എന്ന് പറയുന്ന ആളാണ്. നല്ല അടിപൊളി വരില്ല, ജസിന്ത കെർഗേറ്റ. അപ്പൊ ഇവരുടേതാണ് പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്നുള്ള പാഠഭാഗം, അല്ലെ. ഇതൊരു രസകരമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആ ഒരു പാഠഭാഗമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ ജസിന്ത കെർഗേറ്റയെ കുറിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ജസിന്ത കെർഗേറ്റ കാ ജന്മ ജാർഖണ്ഡ് മേ ഹുവാ. അപ്പൊ ജസിന്ത കെർഗേറ്റ ജനിച്ചിട്ടുള്ള എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇത് അടിസ്ഥാനമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, അല്ലേ. പിന്നെ ഇതും കൂടി മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ജന്മം എന്താണ്? ജന്മ 3 ആഗസ്റ്റ് 1983 അല്ലെ. അദ്ദേഹം ജനിച്ചത്, ജസിന്ത കെർഗേറ്റ ജനിച്ചിട്ടുള്ളത് ആഗസ്റ്റ് 3 1983 അല്ലെ. അപ്പൊ ആ രീതിയിൽ അത് ജനിച്ച അവരുടെ ഒരു ഡയറിയാണ് നിങ്ങളുടെ പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ആ പാഠഭാഗം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. നമ്മളോട് ഇതിലൂടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? സഹി മിലാൻ കരേ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കിയിട്ട് ആ പാഠഭാഗം നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? നമുക്കൊന്ന് കൊണ്ടുവരണം, അല്ലേ. അപ്പൊ സഹി മിലാൻ കരേ എന്ന് പറഞ്ഞാൽ ശരിയായ വിധത്തിൽ, അല്ലെ, ശരിയായ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിക്കാം. ശരിയായ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. അപ്പൊ 2 കോളം കൊടുത്തിട്ടുണ്ട്, അല്ലെ. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ഓർ ബി എന്ന് എന്ത് ചെയ്തു? മാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും വായിച്ചു നോക്കണം. എന്റെ മക്കൾ ശ്രദ്ധിച്ചോ. കത്താർ മേം, അല്ലെ, എന്താ തന്നിട്ടുള്ളത്? ഫസ്റ്റ് വന്നെന്താ? കത്താർ മേം ഗഡേ വ്യക്തിക്കോ. എന്താ അങ്ങനെ പറഞ്ഞാൽ? വരിയിൽ നിന്ന വ്യക്തിക്ക്, അല്ലെ. ക്യൂ, അതായത് ഒരു ക്യൂ നിന്നിട്ടുണ്ടായി. നമ്മൾ ആ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യൂ. അപ്പൊ ക്യൂവിൽ നിന്ന ആരാണ്? വ്യക്തിക്ക്. ക്യൂവിൽ നിന്ന വ്യക്തിക്ക് എന്തോ ആവശ്യമായിട്ട് വന്നു. ആ കഥ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു, അല്ലേ. ആ ക്യൂവിൽ നിന്നപ്പം പണം അടക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പൊ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ എന്താണ്? കത്താർ മേ ഗഡേ വ്യക്തിക്കോ, ആ ക്യൂവിൽ നിന്ന വ്യക്തിക്ക്. ഇനി പറയുന്നുണ്ട് ഫോട്ടോ കോപ്പി ലേനേക്കാ പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ എന്ന് പറയുന്നുണ്ട്, അല്ലേ. അതാണ് 2ാമത്തേത്. ഫോട്ടോ കോപ്പി ലേനേക്കാ പൈസ, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള എന്തെന്നാ പറയുന്നത്? പൈസ. ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ. ഇനി 3ാമതായി പറയുന്നുണ്ട് ചായ്ക്ക് ദുക്കാൻ വാലേനെ, അല്ലെ. ചായ്ക്ക് ദുക്കാൻ വാലേനെ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ചായക്കടക്കാരൻ. നമ്മളെ നമ്മുടെ ലേഖിക ജസിന്ത കെർഗേറ്റ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സന്ദർഭമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അസ്ബത്താൽ കെ ബിത്തർ ഓർ ബാഹർ കി, ആശുപത്രിയുടെ അകത്തും പുറത്തും. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്താണ്, ബീത്തർ എന്ന് പറഞ്ഞാൽ അകത്താണ്. അകത്ത് ഓർ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പോൾ അസ്ബത്താൽ ആശുപത്രി.
അപ്പൊ ആശുപത്രിയുടെ അകത്തും പുറത്തും. അപ്പൊ ആദ്യത്തെ കോളത്തിലുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കോളത്തിലുള്ളത് വായിച്ച് ഐഡന്റിഫൈ ചെയ്ത് അതെന്ത് ചെയ്യണം, ക്രമമാക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ബെഹൻ കെ പാസ് എന്താണ് നഹീദ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ബെഹൻ കെ പാസ് നഹീദ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ അടുത്തില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് നമുക്ക് എഴുതി വെക്കാം. സഹോദരിയുടെ അടുത്ത് എന്തായിരുന്നു? ഇല്ലായിരുന്നു, അടുത്തില്ലായിരുന്നു. ഒന്നായി. ഇനി രണ്ടാമത് എന്താ പറയുക നോക്കാം. 20 റുപ്പിയ ചാഹിയേ ദേ. എന്താ അങ്ങനെ പറഞ്ഞാൽ? 20 റുപ്പിയ 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. ഇനി നോക്കിക്കോ, മൂന്നാമതായിട്ട് പറയുന്നത് ദുനിയ അലഗ്ദി. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകമാണ്, ലോകം അലഗാണ് അഥവാ വേറെയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ് ആശുപത്രിയുടെ അകത്തും പുറത്തും വെവ്വേറെ ലോകാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പാഠഭാഗത്തിൽ. ഇനി നോക്കിക്കോ, ഇനി പറയുന്നത് എന്താ? മുജിസെ പൈസ ന മാങ്കാഥ. എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയില്ല. എൻ്റെ അടുത്ത് നിന്ന് മുജിസെ, എൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തില്ല? പൈസ വാങ്ങിയില്ല. അപ്പൊ ഇത് നമുക്ക് ക്രമപ്പെടുത്തണം. അപ്പൊ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്രമപ്പെടുത്താൻ പോവാണ്. എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്തോ? ശ്രദ്ധിച്ചോ? ഓക്കെ. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാണ്? ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവാം. അപ്പൊ ആദ്യം നോക്കുക. ഖത്താർ മേ ഗഡേ വ്യക്തിക്കോ, ക്യൂവിൽ നിന്ന് ആ വ്യക്തിക്ക് എന്ത് ആവശ്യമുണ്ടായിരുന്നു? യെസ്, 20 റുപ്പിയ ചാഹിയേ. നമ്മൾ ആ കഥ നമ്മുടെ മൈൻഡിലേക്ക് വന്നോ? നമ്മുടെ ആ ക്യൂവിൽ നിൽക്കുന്ന ആരാണ്? നമ്മുടെ ലേഖിക ജസിന്ത കെർഗേറ്റയ്ക്ക് എന്ത് ചെയ്തു? പണമടക്കാൻ വേണ്ടിയിട്ട് പണമടക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ 20 രൂപയുടെ കമ്മി ഉണ്ടായിരുന്നു. 20 രൂപയുടെ കമ്മി ഉണ്ടായിരുന്നു. ആർക്കാണ്? ജസിന്ത കെർഗേറ്റയുടെ മുന്നിൽ നിന്ന വ്യക്തിക്ക്. അപ്പൊ ജസിന്ത കെർഗേറ്റ എന്ത് ചെയ്യാണ്? ആ മുന്നിൽ നിന്ന വ്യക്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിൽ വിളിച്ച സമയത്ത് പൈസ കിട്ടിയില്ല. അപ്പൊ പിറകിൽ നിന്ന ആളുകൾ, ക്യൂവിൽ നിന്ന ആളുകൾ ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാണ്? നേരം വൈകണ്ടെന്ന് കരുതി ജസിന്ത കെർഗേറ്റ് എന്ത് ചെയ്യുന്നു? 20 രൂപ കൊടുക്കുന്നു. അപ്പോൾ 20 രൂപയാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ എന്താണ്? ഖത്താർ മേ ഗഡേ വ്യക്തിക്കോ 20 റുപ്പിയ ചാഹിയേ ദേ. എത്ര രൂപയാണ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്? 20 രൂപ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ കണക്ട് ചെയ്തു. ഇനി രണ്ടാമത് നോക്കിക്കോ. ഫോട്ടോ കോപ്പി ലേനേക്കാ പൈസ. ഫോട്ടോ കോപ്പി എടുക്കാനുള്ള പൈസ നമ്മുടെ ജസിന്ത കെർഗേറ്റയുടെ ബെഹൻ കെ പാസ് നഹീദ, സഹോദരിയുടെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പൊ രണ്ടാമത്തേത് ഒന്നാമത്താണ്. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്രമപ്പെടുത്തി എഴുതി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ചായക്ക് ദുക്കാൻ വാലേനെ. ചായക്കടക്കാരൻ എന്താ ചെയ്തത്? മുജിസെ പൈസ ന മാങ്ദ. എൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തിരുന്നില്ല? ജസിന്തയുടെ കയ്യിൽ നിന്നും ചായ കുടിച്ചതിനുള്ള ക്യാഷ് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ അതും നമ്മൾ കണക്ട് ചെയ്തു. ഇനി അസ്പതാൽ കെ ഭീത്തർ ഓർ ബാഹർ കെ. ആശുപത്രിയുടെ അകത്തും പുറത്തും എന്താണ്? ദുനിയ അലഗ് ബി. എന്താണ്? ദുനിയ അലഗ്ദി. ലോകം എന്താണ്? വേറെ തന്നെയാണ്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്താൽ ആ പാഠഭാഗം നമ്മുടെ മൈൻഡിലേക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? നമ്മുടെ മൈൻഡിലേക്ക് വന്നു. സെറ്റല്ലേ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? പാഠഭാഗം നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയിൽ ഏത് ചോദിച്ചാലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. സെറ്റല്ലേ? അപ്പൊ ഇത്തരത്തിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പരീക്ഷയിൽ ചോദ്യം വായിച്ച് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഐഡിയയിൽ കണക്ട് ചെയ്ത് ആ പാഠഭാഗത്തിന്റെ ആശയമൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് എന്ത് ചെയ്യണം? പരീക്ഷയൊക്കെ നേരിടണം. നമ്മുടെ മുന്നിൽ പബ്ലിക് പരീക്ഷ വരുന്നുണ്ട്. സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരിടണം. അപ്പൊ നമ്മുടെ ലൈവുകളിലൊക്കെ എൻ്റെ എല്ലാ മക്കളും കൃത്യമായിട്ട് പങ്കെടുക്കണം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഹിന്ദി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് മക്കളെ. അപ്പൊ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ഈ വീഡിയോ കാണുക, മുഴുവനായിട്ട് കാണുക, മനസ്സിലാക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.